നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി നമുക്ക് അറിയേണ്ടത് ഇനി എങ്ങനെയാണ് ഈ ഒരു ദുരന്തബാധിത മേഖലയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ആ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള നടപടികൾ വേഗത്തിലാക്കുക എന്നുള്ളതാണ്. സഹായധനം അല്ലെങ്കിൽ സഹായം ഒരിക്കലും വൈകില്ല എന്നുള്ള ഉറപ്പ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു. ആ ഉറപ്പ് പാലിക്കപ്പെടുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ലക്ഷ്യം. എയർ ഇന്ത്യ 1 വിമാനം മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്, പറന്നുയരുകയാണ്. കണ്ണൂരിൻ്റെ ആകാശത്തേക്ക് പ്രധാനമന്ത്രിയുടെ വിമാനം പറന്നുയരുകയാണ്. 3.5 മണിക്കൂർ യാത്ര കൊണ്ട് ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ വിമാനം എത്തിച്ചേരും. ദില്ലിയിലെത്തി അദ്ദേഹം നടത്തുന്ന പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി കാതോർക്കുകയാണ്. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം. രാഷ്ട്രീയ മറ്റെല്ലാ വ്യത്യാസ ഭിന്നതകൾക്കും അപ്പുറം നിന്ന് കേരളത്തിൻ്റെ ദുഃഖത്തിൽ ഒന്നിച്ച് സംസ്ഥാന സർക്കാരിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് നരേന്ദ്രമോദി വയനാട് കളക്ട്രേറ്റിൽ വെച്ച് നടത്തിയിട്ടുള്ളത്. ദുരന്ത മേഖലയുടെ വ്യാപ്തി അദ്ദേഹം ആ മണ്ണിൽ ചെന്ന് നിന്ന് കണ്ടു. ഇപ്പോഴും ആ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് മനുഷ്യർ. ആ മനുഷ്യരുടെ എല്ലാം വിലാപം പ്രധാനമന്ത്രി കേട്ടു. ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുക്കളുടെ വിലാപം കേട്ടു. അവരുടെ കണ്ണുനീർ കണ്ടു. സങ്കട കാഴ്ചകൾ ആകാശത്ത് നിന്ന് കണ്ടു. എങ്ങനെയാണ് ഒരു നാടൊന്നാകെ ഇല്ലാതായത് എന്നതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ തൊട്ടടുത്ത് നിന്ന്, വെള്ളരിമലയുടെ തൊട്ടടുത്ത് നിന്ന് പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും അട്ടമലയിലെയും വെള്ളാർമലയിലെയും കാഴ്ചകൾ നരേന്ദ്രമോദി കണ്ടു. അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുക എന്നുള്ളത് മറ്റേത് റിപ്പോർട്ടിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്ന ഏത് പഠനത്തെക്കാളും പ്രധാനപ്പെട്ടതാണ്. പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ഏത് ബ്രീഫിങ്ങിനേക്കാളും പ്രധാനപ്പെട്ടതാണ് നേരിട്ട് ആ കാഴ്ചകൾ കാണുക എന്നുള്ളത്. നേരിട്ട് ആ കാഴ്ചകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ദില്ലിക്ക് മടങ്ങുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വയനാട് കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിൽ സംസാരിച്ചത്. ആ വാക്കുകളിൽ ആ ദുരന്തമുഖത്ത് മനുഷ്യർ അനുഭവിക്കുന്ന വേദനയുടെ ആഴം താൻ മനസ്സിലാക്കി എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാരിൽ, ഇന്ത്യ മഹാരാജ്യത്തിലെ ഗവൺമെൻറ്റിൽ കേരളത്തിലെ ജനത, വയനാട്ടിലെ ജനത പൂർണ്ണമായും പ്രതീക്ഷ വെക്കുകയാണ്. 2000 കോടി രൂപയുടെ പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ മറ്റേത് പാക്കേജുകളെക്കാൾ ഉപരി കേരളത്തെ ചേർത്ത് പിടിക്കുമെന്ന പ്രഖ്യാപനം നമുക്ക് വലിയ രീതിയിൽ ആശ്വാസം പകരുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശുപത്രികൾ സന്ദർശിച്ചപ്പോൾ, ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനങ്ങളുമായി സംസാരിച്ചപ്പോൾ ആ മനുഷ്യരെയെല്ലാം ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കുണ്ടായിട്ടുള്ള വലിയ ആഘാതത്തിൽ, ശാരീരികമായ ആഘാതത്തെക്കാൾ ഉപരി മാനസികമായ ആഘാതത്തിൽ അദ്ദേഹം അത് എടുത്തു പറഞ്ഞു, പരാമർശിച്ചു. തൻ്റെ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പരാമർശിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾക്കായി പ്രത്യേക പാക്കേജ് ഒരുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എയർഫോഴ്സ് 1 കണ്ണൂരിൻ്റെ ആകാശത്ത് നിന്ന് പറന്നുയർന്നിരിക്കുകയാണ്. ദില്ലിയിലേക്ക് എയർഫോഴ്സ് 1 എത്തുമ്പോൾ, പ്രധാനമന്ത്രി അവിടെ എത്തുമ്പോൾ അതിവേഗത്തിൽ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്.